അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെയാണ് റേസ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞത് ട്രിവാൻഡ്രത്തിന്റെ നമ്മുടെ വ്യൂ ഭാഗത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആളിന്റെ ആരും ചെയ്തുകൊണ്ട് കമ്മിറ്റ്മെന്റ് അതുപോലെ തന്നെ മുകളിലിരിക്കുന്ന ആളാണ് കമ്മിറ്റ്മെന്റ് ഇടുന്നുണ്ട് 3 കമ്മിറ്റ്മെന്റ് 3 അതിനുശേഷം ഇതെന്ന് പറയുന്നത് മിസ്ബോളാണ്. ഒരു ദിവസം വരുന്ന മിസ്ബോള് ഇങ്ങനെയായിട്ട് ഞാൻ ഓക്കെ. ഓഡിബിൾ ആണോ? സ്ക്രീൻ കാണാവോ? ഓഡിബിൾ ആണോ? സ്ക്രീൻ കാണാവോ? സ്റ്റാർട്ട് ചെയ്യാവേ. എല്ലാരും ജോയിൻ ചെയ്തെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പം ഗാനിമേഡ് ബിഗസ്റ്റ് മൂൺ ഇൻ അവർ സോളാർ സിസ്റ്റം ബിലോങ്സ് ടു ഏത് പ്ലാനറ്റാ? ഏത് പ്ലാനറ്റാന്നറിയാവോ? ഏത് പ്ലാനറ്റിന്റെ മൂണാണ് ഗാനിമേഡ് എന്ന് പറയുന്നത്? ബിഗസ്റ്റ് മൂൺ ആണ് സോളാർ സിസ്റ്റത്തിലെ, അല്ലേ? ഏതിന് വരുന്നതാ ഗാനിമേഡ്? അറിയുവോ? നമ്മളിപ്പോ ഓരോ പ്ലാനറ്റിനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പ്ലാനറ്റിനെ മെയിൻ ആയിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത ഏതാ വരുന്നത്? ഇന്നർ പ്ലാനറ്റ് ഉണ്ട്, ദെൻ ഔട്ടർ പ്ലാനറ്റ് ഉണ്ട്. ഇതിന്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ ആസ്ട്രോയിഡ് ബെൽറ്റിന് ഇത് ഇങ്ങനെ വരും. ഇങ്ങനെ ഇവിടെ എന്നാ വരുന്നത്? ഇങ്ങനെ സണ്ണുണ്ട്, സണ്ണ് ഇത് വരും. സണ്ണിന് ചുറ്റും എങ്ങനെയാണ് ഇങ്ങനെ പ്ലാനറ്റ്സ് പോവുകയാണല്ലേ അതിൻ്റെതായ ഒരു ഓർബിറ്റില്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് വരും. ആസ്ട്രോയിഡ് ബെൽറ്റ് വരും. അപ്പൊ അതിന്റെ അകത്ത് 4 കാണും. ആ 4 ഏതൊക്കെയായിരിക്കും വരുന്നത്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ് ഇതിന്റെ അകത്ത് വരുന്നതായിരിക്കും. അപ്പൊ ഈ 4 നമ്മൾ ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇനി ആസ്ട്രോയിഡ് ബെൽറ്റിന് വെളിയിലോട്ട് വരുന്ന ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ 4 നമ്മൾ ഔട്ടർ പ്ലാനറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഇന്നർ പ്ലാനറ്റ് എന്ന് പറഞ്ഞാല് ടെറസ്ട്രിയൽ അല്ലെങ്കിൽ റോക്കി പ്ലാനറ്റ്സ് ആയിരിക്കും വരുന്നത്. കാരണം എന്നെ അകന്ന് പോകുന്തോറും ഇത് തന്നെ ആയിരിക്കും. സണ്ണീന്ന് അകന്ന് പോകുന്തോറും തന്നെ ആയിരിക്കും ഇത് കൂടുതലും സണ്ണിന് അടുത്തോട്ടായിരിക്കും ഇരിക്കുന്നത് ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. സണ്ണീന്ന് അകന്നു പോകുന്തോറും അതെന്നെ എടുക്കും ജോവിയൻ അല്ലെങ്കിൽ ഗേഷ്യസ് പ്ലാനറ്റ് ആയിട്ട് വരും. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് വരുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ ചുറ്റും ഒരു റിംഗ് സിസ്റ്റം കാണാറുണ്ട്. അതുപോലെ തന്നെ എങ്ങനായിരിക്കും ലോങ്ങർ പീരീഡ് ഓഫ് റവല്യൂഷൻ ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ സണ്ണ് എടുക്കുവാണ്. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ഇത്ര ഏരിയ ഇത് കവർ ചെയ്തിട്ട് വേണം ഇതിന്റെ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ അതെന്നാ ചെയ്യുന്നത്? അപ്പൊ എങ്ങനായിരിക്കും വരുന്നത്? ലോങ്ങർ പീരീഡ് വരും. കാരണം ഇത്രയും അകന്നു പോകുന്തോറും ഡിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. എലിപ്റ്റിക്കലാവും. ഓർബിറ്റ്സ് കൂടുതൽ എലിപ്റ്റിക്കലായിട്ട് വരും. നോക്കുവാണെങ്കിൽ മെർക്കുറി എന്ന് പറയുന്ന സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ്. അതേപോലെ തന്നെ ക്ലോസസ്റ്റ് പ്ലാനറ്റും ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് റിവോൾവിംഗ് പ്ലാനറ്റ് ആയിരിക്കും. 88 ദിവസമായിരിക്കും എടുക്കുന്നത്. ഇനി വെരി തിൻ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊന്നും ഇല്ല. ദെൻ സാറ്റലൈറ്റ് ഒന്നും തന്നെ പ്രത്യേകിച്ച് ഇല്ല.
ഓക്കെ, ഇനി അടുത്തത് വീനസ്. വീനസിനെയാണ് നമ്മൾ ലൂസിഫർ എന്ന് പറയാറുണ്ട്. അതായിട്ട് റാൻഡമായിട്ട്, ലൂസിഫർ എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് ആകാശത്ത് വരും പോവുകയും എല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ലൂസിഫർ എന്ന് വിളിക്കുന്നത്. മോഹൻലാലിന്റെ സിനിമ ഓർക്കുന്നില്ല, ലൂസിഫർ. അപ്പൊ മോഹൻലാല് രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെ ഇല്ലെന്ന് കരുതി, മരിച്ചെന്ന് കരുതി, പക്ഷെ പുള്ളി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ കരുതുക. ഇനി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ്, മോർണിംഗ് ഓർ ഈവനിങ് സ്റ്റാർ ആണ് വരുന്നത്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്, എർത്തിന്റെ ഒരു ട്വിൻ ആണ് വരുന്നത്. നിയറസ്റ്റ് പ്ലാനറ്റ് ആണ്, എർത്തിന് നിയറസ്റ്റ് ആയിട്ട് വരുന്നതാണ്. റൊട്ടേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്ലോവസ്റ്റ് റൊട്ടേഷൻ സ്പീഡ് ആയിരിക്കും വരുന്നത്. സ്ലോവസ്റ്റ് റൊട്ടേഷൻ സ്പീഡ് ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ഒന്നും തന്നെ ഇതിനും ഇല്ല. ഇനി ഇവിടെ ഒരു പ്ലേറ്റും ഉണ്ട്, അതിനെയാണ് ലക്ഷ്മി പ്ലാനം എന്ന് പറയുന്നത്. ലക്ഷ്മി പ്ലാനം. ഓക്കെ, അടുത്തത് ബ്ലൂ പ്ലാനറ്റ്. ബ്ലൂ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ ഏർത്ത് ആണ് വരുന്നത്. ഡെൻസസ്റ്റ് ആയിട്ട്, ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. ലാർജർ ഇന്നർ പ്ലാനറ്റ് ആണ് വരുന്നത് കേട്ടോ. ലാർജസ്റ്റ് ഇന്നർ പ്ലാനറ്റ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും? ഏർത്തിന്റെ ഷേപ്പ് എങ്ങനെയാ വരുന്നത്? എലിപ്റ്റിക്കൽ അല്ല, ജിലോയിഡൽ ഷേപ്പ് ആണ് വരുന്നത്. അതെങ്ങനെ ആയിരിക്കും? അതിൻ്റെതായ ഒരു ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും? അതിന്റെ ഇക്വേറ്റർ പോർഷൻ ബൾജിങ് ആയിരിക്കും. പോൾസ് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളത് ആയിരിക്കും. ദെൻ ഇതിന്റെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. മൂണിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വരുവാണെങ്കിൽ ഏതാ വരുന്നത്? മാർസ്. മാർസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ മാർസിലോട്ട് ഉള്ള വിഷൻ എന്നെ പറയുന്നത് പിള്ളേരെ? മംഗൾയാൻ ഫസ്റ്റ് മാർസ് മിഷനെയാണ് പറയുന്നത് അല്ലെ? ഫസ്റ്റ് മാർസ് മിഷനെയാണ് പറയുന്നത്. ദെൻ ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഏതാ? വ്യാഴം എന്ന് പറയും അല്ലെ? വ്യാഴം പറയും. എന്നാ പറയുന്നത്? കിങ് ഓഫ് റോമൻ ഗോഡ്സ് ആണ് വരുന്നത്. ലാർജസ്റ്റും അതുപോലെ തന്നെ ഹെവിയസ്റ്റ് പ്ലാനസ്റ്റും ആണ് വരുന്നത്. ബൃഹസ്പതി ഉണ്ട്. വേദിക്ക് ഇതനുസരിച്ച് പറയുവാണെങ്കിൽ എന്നാ? നവഗ്രഹങ്ങളുടെ ഗുരുവാ പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 318 ടൈംസ് എർത്തിനെക്കാട്ടിൽ മാസീവ് ആണ് വരുന്നത്, സൈസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ. അതായത് 1000 എർത്ത് ചേർന്നാൽ ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് കുറെ സാറ്റലൈറ്റ് ഉണ്ട്. ഗലീലിയൻ സാറ്റലൈറ്റ് ഉണ്ട്. ഗലീലിയൻ സാറ്റലൈറ്റ് ഏതൊക്കെയായിരിക്കും വരുന്നത്? കാരണം ഗലീലിയൻ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗലീലിയോ ഡിസ്കവർ ചെയ്ത ഏതൊക്കെയാ വരുന്നതെന്ന് അറിയാമോ? ഗാനമേഡ്, കലിസ്റ്റോ, യൂറോപ്പ, അയ്യോ, ഇതെല്ലാം തന്നെ ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആണ് വരുന്നത്. ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഗാനമേഡിനെയാണ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. മോസ്റ്റ് വോൾക്കാനിക്കലി ആക്റ്റീവ് സാറ്റലൈറ്റ് ഇൻ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഏതിനാണെന്നറിയാവോ? അയ്യോ ആണ്. അയ്യോയെ ആണ് ഏറ്റവും കൂടുതൽ വോൾക്കാനിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് സാറ്റേണിലോട്ട് വരുവാണെങ്കിൽ ഗോഡ് ഓഫ് കൃഷിയുടെ ദൈവം എന്ന് റോമൻസ് കരുതിയിരുന്ന കേട്ടോ. ഔട്ടർ മോസ്റ്റ് പ്ലാനറ്റ് ആണ്. നമ്മുടെ നേക്കഡ് ഐക്ക് വിസിബിൾ ആയിട്ട് വരുന്നതാണ്. ഇതിന് 3 റിങ് കാണും. 100 തൊട്ട് ഏകദേശം 2000 വരെ വീതിയുള്ളത് കേട്ടോ. പിന്നെ ഐസി കോൾഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും വരുന്നത്. ലീസ്റ്റ് ഡെൻസിറ്റി ആയിരിക്കും വരുന്നത്. റിങ്സ് ഡിസ്കവർ ചെയ്ത്, ഇതിന് റിങ്സ് ഉണ്ട്, 3 റിങ്സ് ഉണ്ട്. ആ 3 റിങ്സ് ഡിസ്കവർ ചെയ്ത ഗലീലിയോ ആണ്. റിങ്സ് എല്ലാ ഔട്ടർ പ്ലാനറ്റിനും തന്നെ പ്രസന്റ് ആയിരിക്കും അതിന്റെ ചുറ്റും. പക്ഷെ എന്താണ്, എല്ലാത്തിനും പ്രൊമിനിയന്റ് ആണെന്ന് വരത്തില്ല. അടുത്തത് വരുന്നതാണ് യുറാനസ്. യുറാനസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡിസ്കവർ ചെയ്ത പ്ലാനറ്റ് ആണ്. ഒരു ടെലസ്കോപ്പ് വെച്ച് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത പ്ലാനറ്റ് ആണ്. വില്യം ഹെക്കൽ ആണ് ഡിസ്കവർ ചെയ്തത് 1781. ഇനി ഇതിനെ റോളിംഗ് പ്ലാനറ്റ് എന്നറിയപ്പെടാറുണ്ട്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ പ്ലാനറ്റും. അതിൻ്റെതായ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ആ സൈസ് വെച്ചിട്ട് ഇത് ഉരുളുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് എങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ 2 ആക്സിസ് ഉണ്ട്. എന്നിട്ട് ഇതിനൊരു റൊട്ടേഷൻ ആക്സിസ് കാണും. ആ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന് ഏകദേശം സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ആയിരിക്കും? ഇത് ഇങ്ങനെ ഉരുളുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ 98 ഡിഗ്രി ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ലൈയിങ് പ്ലാനറ്റ് എന്ന് പറയാറുണ്ട്. ഗ്രീൻ പ്ലാനറ്റ് ആണ്. പ്രസൻസ് ഓഫ് മീഥൈൻ കൂടുതലാണ് വരുന്നത്.
ദെൻ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ്. ജോഹൻ ഗെയിൽ 1846 ഫാർത്തസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. ഹയസ്റ്റ് ടൈം ഫോർ അവല്യൂഷൻ എന്ന് പറയുന്നത് 165 ഇയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളും കൂടെ 9 പ്ലാനറ്റ് ഉണ്ടെന്ന് പറയുമായിരുന്നു. ആരാ? പ്ലൂട്ടോ ആണ്. പക്ഷെ പ്ലൂട്ടോ ഇപ്പൊ എടുത്ത് കളഞ്ഞു. പിന്നെ 2026 ഓഗസ്റ്റ് 24 ഡാർക്ക് പ്ലാനറ്റ് ആയിട്ട് IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അവര് ഡിക്ലെയർ ചെയ്ത് എന്നിട്ട് എടുത്ത് കളഞ്ഞു കേട്ടോ. പ്ലാനറ്റിന്റെ ഇതിൽ നിന്ന് കാറ്റഗറിയിൽ നിന്ന് എടുത്ത് മാറി. ഒരു പ്ലാനറ്റ് ആകാൻ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വേണം. അതായത് ഒരു ഷേപ്പ്, മാസ് കാര്യങ്ങളൊക്കെ വേണം. സഫിഷ്യന്റ് ആയിട്ട് നിയർലി റൗണ്ടഡ് ആയിരിക്കണം. പിന്നെ ഒരു നൈബർഹുഡ് വേണം. നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർബിറ്റ് വേണം. അതിന്റെ അടുത്തെങ്ങും ഉള്ള ഒരു സാധനം ഇതിന്റെ ഗ്രാവിറ്റിയെ വെല്ലാനായിട്ട് കാണല്. പിന്നെ കറക്റ്റായിട്ടൊരു ഓർബിറ്റ് വേണം. കറക്റ്റായിട്ടൊരു ഓർബിറ്റ് വേണം. ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പ്ലൂറോയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് പ്ലൂറോയെ എടുത്ത് ഡാർക്ക് പ്ലാനറ്റ് ആക്കി മാറ്റിയത്. ഇപ്പൊ ഏതാ വരുന്നത്? ഗാനിമേഡ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ അല്ല, ജൂപ്പിറ്ററിന്റെ വരും അല്ലെ, ഏറ്റവും ഇതാ വരുന്നത്. ഇനി ഏറ്റവും ജൂപ്പിറ്റർ കിങ് ഓഫ് റോം ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് പ്ലാനറ്റ് ആണ്. അതിന്റെ സാറ്റലൈറ്റ് ആണ് ഗാനിമേഡ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ സോളാർ സിസ്റ്റം ആണ് വരുന്നത് ഗാനിമേഡ്. ഓക്കെ, ഇനി ഇതിനെ നമ്മുടെ പ്ലാനറ്റ്സിനെ സൈസ് അനുസരിച്ച് പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? സൈസ് അനുസരിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യം ജൂപ്പിറ്റർ വരും, ദെൻ സാറ്റേൺ വരും, യുറാനസ് വരും, നെപ്റ്റ്യൂൺ വരും. അത് കഴിഞ്ഞിട്ട് ഏർത്ത്, വീനസ്, മാർസ്, മെർക്കുറി, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ ബേസിലാണല്ലോ മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂന്. ഈ ഓർഡർ ആയിരിക്കും വരുന്നത്. ഈ 2 ഓർഡറും അറിഞ്ഞു വെക്കുക. ഓക്കെ, അടുത്തത് ഈവനിങ് ഓർ മോർണിംഗ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന ഏത് പ്ലാനറ്റിനെയാണ്? ഈവനിങ് ഓർ മോർണിംഗ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ഏത് പ്ലാനറ്റിനെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായിരുന്നോ? എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതാണോ. ഏതാ? ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഈവനിങ് ഓർ മോർണിംഗ് സ്റ്റാർ, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നത് ലൂസിഫർ എന്ന് വിളിക്കുമെന്നും ഞാൻ പറഞ്ഞായിരുന്നു. ഏതാണ്? വീനസിനെയാണ് പറഞ്ഞത്. ഫോബോസും ഡെമിയോസും ഏതിന്റെ 2 നാച്ചുറൽ സാറ്റലൈറ്റ് ആണെന്നറിയാവോ? ഫോബോസ്, ഡെമിയോസ് ഏത് പ്ലാനറ്റിന്റെ 2 നാച്ചുറൽ സാറ്റലൈറ്റ് ആണെന്നറിയാവോ? ഫോബോസ്, ഡെമിയോസ് ഏതോ പ്ലാനറ്റിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. 2 നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് വരുന്നത്. ഏതിന്റെയാണെന്നറിയാവോ? ഏതിന്റെയാ വരുന്നത്? അതെ, ഏതിന്റെയാണ് വരുന്നത്? നമ്മുടെ ഒരു ഇന്നർ പ്ലാനറ്റിന്റെയാ വരുന്നത്. ഒരു ഇന്നർ പ്ലാനറ്റിന്റെയാണ് വരുന്നത് കേട്ടോ. ഇന്നർ പ്ലാനറ്റിന്റെയാണ് വരുന്നത്. ഏതാ വരുന്നത്? ഈ മാർസിന്റെ ആണ് വരുന്നത്. മാർസിന് കുറച്ച് വിഷൻസ് ഉണ്ട്, മിഷൻസ് ഉണ്ട് മാർസിലോട്ട് വരുന്നത്. മാർസിലോട്ട് പോയ കുറെ വിഷൻസ് ഉണ്ട്. ഏതാണെന്നറിയാവോ? ഒന്ന് മംഗൾയാൻ ഉണ്ട്. മംഗൾയാൻ എന്ന് പറയുന്ന ഫസ്റ്റ് മാർസ് മിഷനാണ്. മോം എന്ന് പറയും അല്ലേ. ദെൻ ടാൻവിയാൻ 1 എന്ന് പറയുന്നത് ചൈനയുടെ മാർസ് മിഷൻ ആണ്. അതുപോലെ തന്നെ പെർസീവറൻസ് എന്ന് പറയുന്നത് USA ആണ് വരുന്നത് കേട്ടോ. USA ആണ് വരുന്നത്. ദെൻ പാത്ത് ഫൈൻഡർ, ക്യൂരിയോസിറ്റി, സ്പിരിറ്റ്, ഓപ്പർച്യൂണിറ്റി ഇതെല്ലാം തന്നെ മാർസ് മിഷൻ ആണ് വരുന്നത്. മാർസ് മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഏതാ? ടൈറ്റാൻ ഏതിന്റെ മൂണാ വരുന്നത്? ടൈറ്റാൻ ഏതിന്റെയാണ് വരുന്നത്? ടൈറ്റാൻ ക്രിസ്ത്യൻ ഹ്യൂഗസ് ആണ് കണ്ടുപിടിച്ചത്. സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആണ് വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഒള്ളി സാറ്റലൈറ്റ് വിത്ത് അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ ഉള്ള ഒരേ ഒരു സാറ്റലൈറ്റ് ആണ് ടൈറ്റാൻ എന്ന് പറയുന്നത്. ഏതിന്റെയാണ്? സാറ്റേണിന്റെയാണ് വരുന്നത്. ലാർജസ്റ്റ് പ്ലാനറ്റ് സൈസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഏതാ ലാർജസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത്? ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ ആണ് വരുന്നത്. വെൻ ഡസ് ദ ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ഒക്വർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ ഒക്വർ ചെയ്യുന്ന എന്നാണ്? ലോങ്സ്റ്റ് ഡേ ആണെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയായിരിക്കും? ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ലോങ്സ്റ്റ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത് എന്നാണ്? ഏതാ വരുന്നത്? നമ്മുടെ റൊട്ടേഷനും റെവല്യൂഷനും ഒക്കെ അനുസരിച്ചിരിക്കും അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്നാണ് വരുന്നത്? സീസൺസിന്റെ ബേസിൽ പറയുവാണെങ്കിൽ നമുക്ക് ലോങ്സ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്ന ലോങ്സ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാ വരുന്നത്? ജൂൺ 21 വരുന്നത്. ജൂൺ 21 വരും. അതിനെയാണ് നമ്മൾ സമ്മർ സൊളസ്റ്റേൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എങ്ങനെ ആയിരിക്കും വരുന്നത്? സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്, ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് അത് വരുന്നത് എന്നായിരിക്കും? സെപ്റ്റംബർ 23. അതിനെയാണ് നമ്മൾ ഓട്ടം ഇക്വിനോസ് എന്ന് പറയുന്നത്. ഇക്വിനോസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആണ് വരുന്നത്. ഓവർ ഹെഡ് ഓഫ് എങ്ങനെ ആയിരിക്കും? ഇക്വേറ്ററിന് നേരെ മുകളിലായിട്ട് സൂര്യൻ വരും, സണ്ണിന്റെ പൊസിഷൻ. ഇനി വിന്റർ സൊളസ്റ്റൈൻസ് ഉണ്ട്. വിന്റർ സൊളസ്റ്റൈൻസ് എന്ന് പറഞ്ഞാൽ 2 ഇക്വിനോസ് ഉണ്ട് കേട്ടോ. ഒന്ന് സ്പ്രിംഗ് അല്ലെങ്കിൽ വെർണൽ ഇക്വിനോസ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടം ഇക്വിനോസും ഉണ്ട്. ഓട്ടം ഇക്വിനോസ് എന്ന് പറയുമ്പോൾ എന്നായിരിക്കും വരുന്നത്? ഓട്ടം ഇക്വിനോസ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 വരുന്നത്. ഇക്വേറ്ററിന്റെ നേരെ മേളിലാണ് വരുന്നത്. ഇനി സ്പ്രിംഗ് അല്ലെങ്കിൽ വെർണൽ ഇക്വിനോസ് ഉണ്ട്, അത് മാർച്ച് 21 വരുന്നത്. അതും എന്നായിരിക്കും? ഇക്വേറ്ററിന്റെ നേരെ മേളിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആയിരിക്കും വരുന്നത്. ഇക്വിനോസ് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ ആയിരിക്കും? ഈക്വൽ ഡേ ഈക്വൽ നൈറ്റും ആയിരിക്കും വരുന്നത്. ഇനി വിന്റർ സൊളസ്റ്റേൻസ്. വിന്റർ സൊളസ്റ്റേൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഡിസംബർ 22 അപ്പം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിലായിട്ടായിരിക്കും സണ്ണ് വരുന്നത്. അപ്പൊ അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഡേ എങ്ങനെ ആയിരിക്കും? ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും വരുന്നത്. ഇനി മോഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഇൻ അബൌട്ട് 24 hours ഏതാ വരുന്നത്? ഇതിനെ എന്നാ പറയുന്നത്? റൊട്ടേഷൻ ആണല്ലേ വരുന്നത്. റൊട്ടേഷൻ. സണ്ണ് അതിന്റെ സ്വന്തം ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ 24 മണിക്കൂർ എടുക്കും. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. സ്വന്തം ആക്സിസ് കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ ഒരെണ്ണത്തിന്റെ ചുറ്റും കറങ്ങുന്നതിനെയാണ് റെവല്യൂഷൻ അറൌണ്ട് പറയുന്നത്. അതായത് സൺ റിവോൾവ്സ് അറൌണ്ട് ദി സൺ എന്നും സൺ അല്ലല്ലോ, പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൌണ്ട് ദി സൺ അല്ലെങ്കിൽ ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദി സൺ എന്നും പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ഇനി അടുത്തത് ഡേ ആൻഡ് നൈറ്റ് ഒക്വർ ഓൺ എർത്ത് ഡ്യൂ ടു എന്ത് കാരണമാണ് ഡേയും നൈറ്റും ഒക്വർ ചെയ്യുന്നത്? ഏതാ? റൊട്ടേഷന്റെയും റെവല്യൂഷന്റെയും കാരണമായിട്ടാണ് കേട്ടോ ഡേയും നൈറ്റും ഒക്വർ ചെയ്യുന്നത്. ഡേയും നൈറ്റും ഒക്വർ ചെയ്യുന്നത് റൊട്ടേഷന്റെയും റെവല്യൂഷന്റെയും കൂടെ റീസൺ ആയിട്ടാണ് വരുന്നത്. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സീസൺ ചേഞ്ച് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സീസണൽ ചേഞ്ചസ് എന്തുകൊണ്ടാണ് വരുന്നത്? സീസൺസിന്റെ ചേഞ്ചസ് എന്തുകൊണ്ടാണ് വരുന്നത്? സീസൺസിന്റെ ചേഞ്ചസ് റെവല്യൂഷന്റെ റീസൺ കൊണ്ടാണ് വരുന്നത് കേട്ടോ. റെവല്യൂഷൻ കാരണമാണ് സീസണൽ ചേഞ്ചസ് വരുന്നത്. ഇനി സമ്മർ സൊളസ്റ്റേൻസ് ഒക്വർ ഇൻ സതേൺ ഹെമിസ്ഫിയർ. സതേൺ ഹെമിസ്ഫിയറിൽ എന്നായിരിക്കും സമ്മർ സൊളസ്റ്റേൻസ് വരുന്നത്? സതേൺ ഹെമിസ്ഫിയറിൽ എന്നായിരിക്കും സമ്മർ സോൾസ്റ്റൈൻസ് വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ നൈറ്റ് കൂടുതലുള്ള ടൈം ആയിരിക്കും. എന്ത് സതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോൾസ്റ്റൈൻസ് വരുന്നത് അല്ലേ? അല്ലേ? സതേൺ ഹെമിസ്ഫിയർ നൈറ്റ് ലോങ് വരുന്നത് എപ്പോഴായിരിക്കും? ഡിസംബർ 22 വരുന്നത്.
സതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോളസ്റ്റൈൻസ് എന്നാ വരുന്നത്? ഡേ എന്നാ വരുന്നത്? ഓക്കെ. അടുത്തത് പ്രൈം മെറിഡിയൻ ഏതിനകത്തൂടാ പാസ് ചെയ്ത് പോന്നേ? പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്തുവാ വരുന്നത്? എന്തിനെയാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാല് 180 ഡിഗ്രി മെറിഡിയൻ അല്ലേ? അതിനെയല്ലേ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്? ആണോ? 180 ഡിഗ്രി ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് പോകുന്ന എന്തിനെയാണ് പറയുന്നത്? എന്തിനെയാ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡിനെയാണോ ലാറ്റിറ്റ്യൂഡിനെയാണോ മെറിഡിയൻ എന്ന് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറിഡിയൻസ് എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡിനെയാണ് മെറിഡിയൻസ് എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡ് എന്നാൽ പറഞ്ഞാൽ എന്നാ പറയുന്നത്? ഈ പ്രൈം മെറിഡിയൻ എന്നെ എടുക്കും. പ്രൈം മെറിഡിയൻ നമ്മുടെ എർത്തിനെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്റർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. അത് എന്നെ എടുക്കും. അത് നമ്മുടെ എർത്തിനെ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതെന്തു ചെയ്യുന്നത്? ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് നോർത്ത് ആൻഡ് സൗത്ത് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പ്രൈം മെറിഡിയൻ എന്നാ എടുക്കും? പ്രൈം മെറിഡിയൻ എർത്തിനെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്ന ഏതിനെയാ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്ന ഏതിനെയാ? പെട്ടെന്ന്. പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ് വരുന്നത് കേട്ടോ. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ് വരുന്നത്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെയാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ലൊക്കേഷൻ പറയാനായിട്ട് ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വെച്ച് പറയുമ്പോൾ ഇവിടെ പ്രൈം മെറിഡിയനിൽ നിന്നുള്ള കണക്കെടുത്തിട്ടാണ് പറയുന്നത്. ഇനി ഇതെന്നാ ചെയ്യുന്നത്? നമ്മുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഗ്രീൻവിച്ചിലെ റോയൽ ഒബ്സർവേറ്ററി, ലണ്ടനിലെ ഗ്രീൻവിച്ചിലെ റോയൽ ഒബ്സർവേറ്ററി വഴി പാസ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയാറുണ്ട്. ലൊക്കേഷന്റെ ബേസിലായിട്ട്. ഇത് എർത്തിനെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തിനാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്? എന്തിനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്? നോർത്ത് സൗത്ത് പോളിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ലൈനിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്? നമ്മുടെ റഫ്ലി ആയിട്ട് 180 ഡിഗ്രി ഉണ്ടല്ലോ, 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. റഫ്ലി ആയിട്ട് അതിനെ 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ ഫോളോ ചെയ്ത് പോകാറുണ്ട്. 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ് പറയുന്നത്. 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. IST എന്ന് പറഞ്ഞാൽ എന്തുവാ? IST എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് വരുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് വരുന്നത്. എത്ര മെറിഡിയൻസ് ഉണ്ട്? ഗ്ലോബിന് അക്രോസ് ആയിട്ട് എത്ര മെറിഡിയൻസ് ഉണ്ട്?
എത്ര മെറിഡിയൻസാ വരുന്നത്? ലോങ്ങിറ്റ്യൂഡ് ആണ് മെറിഡിയൻസ് എന്ന് പറയുന്നത്. എത്ര എണ്ണം വരും? ഇതാ ഇങ്ങനെ ഒരു ഇത് വന്നാല് ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന നോർത്ത് സൗത്ത് റണ്ണിങ് ആയിട്ട് പോകുന്ന ഇങ്ങനെ ഈ ലൈൻസിനെയാണ് നമ്മൾ എന്ത് മെറിഡിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വരും? എത്ര എണ്ണ വരുന്നേ? 360 മെറിഡിയൻസ് ഉണ്ട് കേട്ടോ. 360 മെറിഡിയൻസ് ഉണ്ട്. 360 മെറിഡിയൻസ് ആയിരിക്കും വരുന്നത്. അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ പാസസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി? ഏതൊക്കെ സിറ്റി കൂടെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ പാസ് ചെയ്ത് പോകുന്നത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്ന ഏതാ വരുന്നത്? മിർസാപൂർ. ഇന്നലെ നമ്മൾ പറഞ്ഞാണ് അലഹബാദിന് അടുത്തുള്ള മിർസാപൂർ വഴിയാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. ഓഷ്യൻ ക്രസ്റ്റിന് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ഓസ്റ്റിൻ ക്രഷ് എന്ന് പറഞ്ഞാല് ഓഷ്യൻ ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട് കേട്ടോ. അതിനകത്ത് ഓഷ്യൻ ക്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും വരുന്നത്? ഓഷ്യൻ ക്രസ്റ്റ് എന്ന് പറയുന്നത് സിമ, മീനില്ലേ ഓഷ്യനില് വെള്ളത്തിൽ, അത് ഓർത്താൽ മതി. സിമ എന്ന് വെച്ചാൽ സിലിക്കനും മാഗ്നീഷ്യം ആണ് വരുന്നത്. മാഗ്നീഷ്യം ആണ് വരുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാൽ വെച്ചിട്ടായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കണും അലുമിനിയം ആണ് വരുന്നത്. അപ്പൊ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ അടുത്തത് റെപ്പറ്റീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി സെപ്പറേറ്റ് ചെയ്യുന്ന എന്നാത്തിനെയാ? റെപ്പറ്റീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്? എന്തിനെയൊക്കെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് എടുക്കുവാണെങ്കിൽ ക്രസ്റ്റ് ഇങ്ങനെ പോവുകയാണേ, ഇത് കണ്ടോണേ. ഇവിടെ നോക്കുവാണെങ്കിൽ ക്രസ്റ്റ് ഉണ്ട്. ഇവിടെ ക്രസ്റ്റ് വരും. ക്രസ്റ്റ് വരും. ക്രസ്റ്റിന്റെ താഴെയായിട്ട് എന്നെ എടുക്കും? ലിത്തോസ്ഫിയർ ഉണ്ടല്ലേ. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് വരുന്നുണ്ട്. ഇത് എന്തിന്റെ മേളിലായിട്ടാ പോകുന്നത്? അസ്തനോസ്ഫിയർ ഉണ്ട്. അസ്തനോസ്ഫിയറിന്റെ മേളിലായിട്ടാ പോകുന്നത്. അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരുന്നത്? അപ്പർ മാൻഡിലും പ്ലസ് ലിത്തോസ്ഫിയറിന്റെ താഴെയും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. മാൻഡിലുണ്ട്. മാൻഡിലിനെ രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ? അപ്പർ മാൻഡിലും ഉണ്ട്, ദെൻ ലോവർ മാൻഡിലും ഉണ്ട്. ഇനി അതിന് താഴെയായിട്ട് എർത്തിന്റെ താഴോട്ടുള്ള ലേയേഴ്സ് ആണ് ക്രസ്റ്റ്, മാൻഡില്, കോർ എന്ന് പറയുന്നത്. ഇനി താഴോട്ട് വരുമ്പോൾ ഈ കോറിനെ എങ്ങനെ ആയിരിക്കാം? ഔട്ടർ കോറും പിന്നെ എന്നാ വരുന്നത്? ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഇന്നർ കോറും വരുന്നുണ്ട്. ഔട്ടർ കോറും ഇന്നർ കോറും വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഇടയ്ക്കായിട്ട് ഇതിൽ നിന്ന് ഓരോത്തിന്റെ ഇടയ്ക്ക് എന്നായിട്ട് പല ഡിസ്കണ്ടിന്യൂയിറ്റീസ് വരും. ഡിസ്കണ്ടിന്യൂയിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയാ, ട്രാൻസിഷണൽ ബൗണ്ടറി ആണ് കാണിക്കുന്നത്. അതായത് ക്രസ്റ്റിന്ന് മാൻഡിലോട്ട് പോകുന്ന ആ ട്രാൻസിഷൻ ബൗണ്ടറി ആണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ക്രസ്റ്റിനും മാൻഡിലിനും ഇടയ്ക്കായിട്ട് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏതാണെന്നറിയാവോ? ക്രസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ, ഏതാണെന്നറിയാവോ? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാല് സീ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. അതിന്റെ ഇടയ്ക്കായിട്ട് വരുന്നതാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ക്രസ്റ്റിന്റെ ഇടയ്ക്കായിട്ട് വരുന്നതാ. ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള ഇതാണ് മോഹോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. മോഹോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇനി അപ്പർ മാൻഡിലും ലോവർ മാൻഡിലിന്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ് റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. REPETTI, റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. കോറിനും മാൻഡിലിനും ഇടയ്ക്കായിട്ട്, ലോവർ മാൻഡിലിനും
ഔട്ടർ കോറിനും ഇടയ്ക്കായിട്ട് വരുന്നതാണ് ഗുട്ടൻബർഗ് 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 ഡിസ്കണ്ടിന്യൂവിറ്റി ഉണ്ട്. ദെൻ ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയ്ക്കായിട്ട് വരുന്നതാണ് ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയും. ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും ഡിസ്കണ്ടിന്യൂവിറ്റീസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്തിനെയൊക്കെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂവിറ്റി സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? അപ്പർ മാൻഡിലിനെ ലോവർ മാൻഡിലിനെയും കൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂവിറ്റി സെപ്പറേറ്റ് ചെയ്യുന്നത് ഔട്ടർ കോറും ഇന്നർ കോറും കൂടെ ആയിരിക്കും അല്ലെ? ഔട്ടർ കോറും ഇന്നർ കോറും കൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ലെയർ കണ്ടെയ്ൻസ്, ഏതാ വരുന്നത്? ഏത് ലെയറിനകത്താ വരുന്നതെന്ന് അറിയാവോ? നൈഫ് ഏതിനകത്താ വരുന്നത്? കോറിനകത്തായിരിക്കും. കാരണം ഈ ശരിക്കും നമ്മുടെ ഈ എർത്തിന്റെ താഴോട്ട് പോകുന്ന സർഫസിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ അകത്തോട്ട് പോകുമ്പോൾ ലെയേഴ്സിന്റെ സെപ്പറേഷനാണ് കാണിക്കുന്നത്. ആ സെപ്പറേഷൻ എങ്ങനെയാ വരുന്നതെന്ന് അറിയാവോ? പണ്ട് എർത്ത് ഫോം ചെയ്ത സമയത്ത് ഡെൻസർ ആയിട്ടുള്ളത് കോറിലോട്ട് പോയി സെറ്റിൽ ചെയ്തു, അതായത് ലൈറ്റർ ആയിട്ടുള്ളത് പൊങ്ങിക്കിടന്നു എന്നുള്ള ബേസിസിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുവാണെങ്കിൽ ഡെൻസർ ആയിട്ടുള്ള എന്നായിരിക്കും? അയൺ പോലെയുള്ളത് കോറിൽ പോയി സെറ്റിലായി എന്ന് പറയും. കോറിൽ പോയിട്ട് സെറ്റിലായി ഏറ്റവും അടിയിലായിട്ട് വരുന്ന കോർ പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നിക്കല്, അയണ് അതുപോലെയുള്ള ഹൈ ഡെൻസിറ്റി ഉള്ള മെറ്റൽസ് ആയിരിക്കും പോയി സെറ്റിലായിരിക്കുന്നത്. അപ്പം നൈഫ് എന്ന് പറയുന്ന ഏതായിരിക്കും? കോർ ആയിരിക്കും കേട്ടോ. കോറിന്റെ കണ്ടന്റ് ആണ് പറയാറുള്ളത്. ഔട്ടർ കോറ് ലിക്വിഡും ഇന്നർ കോറ് സോളിഡും ആണ് വരുന്നത്. ഇന്നർ കോൾഡ് സോളിഡും ആയിരിക്കും വരുന്നത്. ഇന്നർ മോസ്റ്റ് ലെയറിനെയാണ് ബ്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം ഇതിന്റെ മാത്രം റേഡിയസ് എടുത്ത് നോക്കുവാണെങ്കിൽ 3500 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. ദെൻ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും വരുന്നത്. ദെൻ ക്രസ്റ്റ് നോക്കുവാണെങ്കിൽ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0 to 100 കിലോമീറ്റർ തിക്നെസ് ആയിരിക്കും വരുന്നത്. ഔട്ടർ മോസ്റ്റ് ആൻഡ് തിന്നസ്റ്റ് ലെയർ ആയിരിക്കും 80 to 40 കിലോമീറ്റർ തിക്നെസ് വരും. ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ടല്ലേ? ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. ദെൻ അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ലിത്തോസ്ഫിയർ വരുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സോളിഡ് പോർഷൻ എബോവ് അപ്പർ മാൻഡിലാണ്. അപ്പർ മാൻഡിലും ബിലോ ക്രസ്റ്റിന്റെ ഇടയ്ക്കായിട്ട് വരുന്ന സോളിഡ് പോർഷനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് 7 പ്ലേറ്റ്സ് ഉണ്ട്. എത്ര പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് 7 പ്ലേറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി താഴോട്ട് വരുവാണെങ്കിൽ ഈ ക്രസ്റ്റിനെ തന്നെ നമുക്ക് കോണ്ടിനെന്റലും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും തിരിക്കാം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഒന്നും കൂടെ തിക്കർ ആയിരിക്കും. അവിടുത്തെ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഗ്രാനൈറ്റ് കോമ്പോസിഷൻ ആയിരിക്കും വരുന്നത്. ഇനി കമ്പാരിറ്റീവ്ലി ലെസ് ഡെൻസ് ആയിരിക്കും. അതായത് ഓഷ്യന് മുകളിൽ പൊങ്ങിയല്ലേ കോണ്ടിനെന്റ് കിടക്കുന്നത്, ഡെൻസ് ആയിട്ടുള്ള സാധനമായിരിക്കും പൊങ്ങി കിടക്കുന്നത്. ഗ്രാനൈറ്റ് കോമ്പോസിഷൻ ആയിരിക്കും വരുന്നത്. ദെൻ സിലിക്കണും അലുമിനിയം ആണ് കോമ്പോസിഷൻ വരുന്നത്. ചോദിക്കുവാണെങ്കിൽ 2.79 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി വരുന്നത്. ഇനി ഓഷ്യാനിക് ക്രസ്റ്റിലോട്ട് വരാം. ഓഷ്യാനിക് ക്രസ്റ്റ് തിന്നർ ആയിരിക്കും, പക്ഷെ ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ഡെൻസർ ആയിരിക്കും. കാരണം ബസാൾട്ടിക് റോക്കാണ് വരുന്നത്. അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരും. സിമയാണ് കോമ്പോസിഷൻ. സിലിക്കനും മാഗ്നീഷ്യവും കൂടെ വരും കേട്ടോ. സിമയാണ് കോമ്പോസിഷൻ വരുന്നത്. ഇതിന്റെ നേരെ താഴെയാണ് മാൻഡിൽ വരുന്നത്. ഇന്റർമീഡിയറ്റ് ലെയർ ആണ്, ഏകദേശം സെമി സോളിഡ് സ്റ്റേറ്റ് ആ വരുന്നത്. ഇതിനെ മീസോസ്ഫിയർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി ഈ മാൻഡിലിന്റെ അപ്പർ മാൻഡിലിന്റെ നേരെ മുകളിലായിട്ടാണ് അസ്തനോസ്ഫിയർ പറയുന്നത്. അസ്തനോസ്ഫിയറിൽ നിന്നാണ് മാഗ്മ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണ് അസ്തനോസ്ഫിയറിന് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി ഏതിനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി ഏതിനെയാണ് അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്ന അപ്പർ ക്രസ്റ്റിന്റെ ഇടയ്ക്കായിട്ട് വരുന്നതാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. എർത്തിന്റെ ക്രസ്റ്റിലെ ഏറ്റവും മാക്സിമം കോൺസെൻട്രേഷനിൽ കാണുന്ന ഇത് ഏതാ വരുന്നത്?
എർത്തിന്റെ ക്രസ്റ്റിലെ ഏറ്റവും കൂടുതലുള്ളത് എർത്തിന്റെ ക്രസ്റ്റ് ഏതാ? റോക്സും മിനറൽസും വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് അനുസരിച്ചുള്ള മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഏതാ വരുന്നത്? ഏത് മിനറൽ വെച്ചിട്ടാ? ഏതാ വരുന്നത്? ഏറ്റവും കൂടുതൽ ഓക്സിജൻ വരും, ദെൻ സിലിക്കൺ, ദെൻ അലൂമിനിയം വരും കേട്ടോ. അലുമിനിയം, അയൺ. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയൺ ആയിരിക്കും വരുന്നത്. വെരി ഹൈ റിസ്ക് സോൺ എവിടാ വരുന്നത്? ഹൈ റിസ്ക് സോൺ ഓഫ് എർത്ത് ക്യൂക്ക് എന്ന് പറയുന്ന ഏതാണ്? ഹൈ റിസ്ക് സോൺ ഓഫ് എവിടെ ആയിരിക്കും വരുന്നത്? ഹൈ റിസ്ക് സോൺ ഓഫ് എർത്ത് ക്യൂക്ക് എന്ന് പറയുന്ന ഏത് റീജിയനാ വരുന്നത്? ഇവിടെ നോക്കുവാണെങ്കിൽ ഏതാ വരുന്നത്? ഹിമാലയൻ റീജിയൻ ആണ്. ഹിമാലയൻ റീജിയൻ എപ്പോഴും ഇപ്പോഴും പ്ലേറ്റ്സ് ഹിമാലയ ഫോം ചെയ്ത് എങ്ങനെയാണ്? ഹിമാലയം ഫോം ചെയ്ത് രണ്ട് കോണ്ടിനെന്റൽ കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ കൺവേർജൻസ് മൂലമാണ്. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ഇങ്ങോട്ട് കയറി വരിക. ഇങ്ങോട്ട് രണ്ടും കൂടെ കയറി വന്നു. കയറി വന്നപ്പോൾ എന്നെ എടുക്കും? ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു ഓഷ്യാനിക് പ്ലേറ്റ് വരും. ഇങ്ങനെ ഇങ്ങനെ രണ്ടും കൂടെ നീങ്ങി നീങ്ങി വരും. എന്നിട്ട് ഈ ഓഷ്യാനിക് പ്ലേറ്റ് എന്നെ എടുക്കും? ഈ ഓഷ്യാനിക് പ്ലേറ്റ് ഇതിന്റെ അടിയിലായി പോകും. ഇതിന്റെ അടിയിലായി പോയി കഴിയുമ്പോഴത്തേന് ഒരു കോണ്ടിനെന്റൽ ക്രസ്റ്റ് മറ്റേതിന്റെ അടിയിലോട്ട് വന്ന് അടിച്ചു കയറും. അതായത് ഇന്ത്യൻ പ്ലേറ്റിന്റെ യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ടായിരുന്നു. യുറേഷ്യൻ പ്ലേറ്റിന്റെയും കൂടെ കോണ്ടിനെന്റൽ കൺവേർജൻസ് വഴിയാണ് ഹിമാലയ ഫോം ചെയ്തത്. അപ്പൊ എന്നെ എടുത്തു? ഇവിടെ ഉണ്ടായിരുന്ന സെഡിമെന്റ്സ്, ഈ ഓഷ്യൻസ്, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഓഷ്യൻ ഏതായിരുന്നു? ഈ സീ ഉണ്ട്. ഇത് ഇതിന്റെ അടിയിൽ ഏത് സീ ഇതിന്റെ അടിയിലോട്ട് പോകുന്നത്? പറ പറ, ഏത് സീ ഇതിന്റെ അടിയിലോട്ട് പോകുന്നത്? ഹിമാലയ ഫോംഡ് ചെയ്തപ്പം ഇന്ത്യൻ പ്ലേറ്റിന്റെ യുറേഷ്യൻ പ്ലേറ്റും കൂടെ കൊളൈഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഇതിന്റെ അടിയിലോട്ട് ഒരു സീ കയറി പോയിട്ടുണ്ട്. ഏതാണെന്നറിയാവോ? തെത്തീസ് സീ ആണ് ഇതിന്റെ അടിയിലോട്ട് കയറി പോയത് കേട്ടോ. തെത്തീസ് സീ ഉണ്ട്, അതിന്റെ അടിയിലോട്ട് പോയി. ഇതെന്നെ എടുത്തു? ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി സെഡിമെന്റ്സ് എല്ലാം കൂടെ എന്നാ ചെയ്തു? ഈ പ്രഷർ കാരണം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വന്നു. ഫോൾഡ് ചെയ്തിട്ട് ഒരു മൗണ്ടൻ പോലെ വരുവാണ്. അങ്ങനെയാണ് ഹിമാലയ, ഫോൾഡഡ് മൗണ്ടൻ ആണ് ഹിമാലയ ഫോം ചെയ്തത്. ഹിമാലയ സ്റ്റിൽ ഗ്രോയിങ് ആന്ന് പറയുന്നുണ്ട്. ഗ്രോയിങ് ആന്ന് പറയാനായിട്ടുള്ള കാരണം എന്നാണ്? ഇപ്പോഴും ഈ പ്ലേറ്റ് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ സെഡിമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് സ്റ്റിൽ ഗ്രോയിങ് ആന്ന് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് ആ പ്ലേറ്റ് മൂവ്മെന്റ് നടക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും? വെരി ഹൈ റിസ്ക് സോൺ ഓഫ് എർത്ത് ക്യൂക്ക് ആയിരിക്കും വരുന്നത്. എർത്ത് ക്യൂക്കിന് പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. അടുത്ത്, ദ ലൈൻസ് വിച്ച് ഇൻഡിക്കേറ്റ് ഈക്വൽ ഫെൽറ്റ് സീസ്മിക് ഇന്റൻസിറ്റി ഇൻ ദ മാപ്പ്. ഏതാ വരുന്നത്? അതായത് ഒരേ സീസ്മിക് ഇന്റൻസിറ്റി ഉള്ള ലൈൻസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സീസ്മിക് ഇന്റൻസിറ്റി ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈന്, മാപ്പിൽ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈന് എന്നാ പറയുന്നത്? ഐസോസീസ്മൽ ലൈൻ എന്ന് പറയും കേട്ടോ. ഐസോസീസ്മൽ ലൈൻ എന്നാണ് പറയുന്നത്. സീസ്മോഗ്രാഫിൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന എർത്ത് ക്യൂക്ക് വേവ് ഏതാ വരുന്നത്? സീസ്മോഗ്രാഫിൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന എർത്ത് ക്യൂക്ക് വേവ് ഏതാണ് വരുന്നത്? പറഞ്ഞോ, ഏതാ വരുന്നേ? എർത്ത് ക്യൂക്ക് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്?